മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് യുഡിഎഫും ബിജെപിയും സിപിഎമ്മിനെതിരെ കുപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ.വി. കുഞ്ഞിരാമൻ. സിപിഎം ഉപ്ലയിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. യുഡിഎഫും ബിജെപിയും മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സിപിഎമ്മിനെതിരെ കുപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ.വി. കുഞ്ഞിരാമൻ പറഞ്ഞു. സിപിഎമ്മിനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾക്കെതിരെ ഉപ്ലയിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിപിഎം പ്രവർത്തകരായി എന്നതുകൊണ്ട് മാത്രം നിരവധി പേരെയാണ് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഗുണ്ടകൾ കൊലപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയ കേസിനെ ന്യായീകരിക്കാൻ പാർട്ടി തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ സംഭവത്തെ ശക്തമായി വിമർശിക്കുകയും അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ പാർട്ടിക്കുള്ളിൽ കടുത്ത നടപടിയെടുക്കുകയും ചെയ്തിരുന്നെന്നും കെ.വി. കുഞ്ഞിരാമൻ കൂട്ടിച്ചേർത്തു. പെരിയ സംഭവം നടന്നപ്പോൾ പാർട്ടി അതിനെ ന്യായീകരിച്ചു. പെരിയ സംഭവം ഉണ്ടായപ്പോൾ പാർട്ടി അതിനെ ന്യായീകരിക്കാനല്ല ശ്രമിച്ചത്. ദൗർഭാഗ്യകരമായ ആ സംഭവത്തെ അതിനിശിതമായി വിമർശിക്കുകയും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുകയും അതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരായിട്ട് പാർട്ടിക്കുള്ളിൽ കടുത്ത നടപടിയെടുക്കുകയും ചെയ്ത പാർട്ടിയാണ്. അങ്ങനെ ഒരു നിലപാട് ഏതെങ്കിലും വിഷയത്തിൽ കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ? ഏറ്റവും അവസാനം കൊല ചെയ്യപ്പെട്ട ഒരു കുട്ടിയാണല്ലോ ധീരജ്. കണ്ണൂർ ജില്ലയിലെ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് മെറിറ്റിൽ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ നേടിയിട്ട് അവിടുത്തെ SFIയുടെ പ്രവർത്തകരുടെ കൂടെ ചേർന്ന് SFI പ്രവർത്തകനായിട്ട് മാറിയ ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടകൾ ചേർന്നിട്ട് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ അകത്തിട്ടിട്ടാണ് വെട്ടിക്കശാപ്പ് ചെയ്യുന്നത്. പെരിയ കേസിൽ സിപിഎം നേതാക്കളെ ആസൂത്രിതമായി പ്രതിചേർത്ത CBIക്കുള്ള കനത്ത തിരിച്ചടിയാണ് കോടതി വിധിയിലൂടെ മനസ്സിലായത്. സ്വന്തം നേതാക്കൾക്ക് പോലും സംരക്ഷണമില്ലാത്ത അവസ്ഥയാണ് കോൺഗ്രസിന് നിലവിലുള്ളത്. വയനാട് DCC ട്രഷററും മകനും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ VV രമേശൻ അധ്യക്ഷനായി. KR ജയാനന്ദ, ബേബി ഷെട്ടി, റസാഖ് ചിപ്പാർ, K കമലാക്ഷ തുടങ്ങിയവർ സംബന്ധിച്ചു. സാദിഖ് ചെറുകോളി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.